പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വയനാട് കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വ്യാപക പിഴവുകൾ വിവാദമായിരിക്കെയാണ് പ്രതിഷേധ സമരം. അതേസമയം ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. ദുരന്തം നടന്ന് 5 മാസം പിന്നിട്ടു. ദുരന്തബാധിതർക്കായി സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിലെ ഗുണഭോക്തൃ പട്ടികയിലും അപാകതകളേറെ. ഇതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലായി ദുരന്തബാധിതർ. പുനരധിവാസം സത്യം മാത്രം. ഭൂമി എവിടെ സർക്കാർ? ഭൂമി എവിടെ സർക്കാർ? പുനരധിവാസം വൈകുന്നതും സർക്കാർ പ്രഖ്യാപിച്ച പ്രതിദിന ഉപജീവനഭത്ത ലഭിക്കാത്തതുമായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദുരന്തബാധിതർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കാരണം 5 മാസമായിട്ടും ഇതുവരെ ഒരു നടപടി ഇല്ലാത്ത ഗവൺമെന്റ് എന്തിനാണ് ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ടവരെ ചതിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് പറ്റിയില്ലെങ്കിൽ ഇത്ര 768 കോടി രൂപ അവരുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് അവർ 75 ലക്ഷം വെച്ച് തരട്ടെ, ഞങ്ങൾ പോയിക്കൊള്ളാം. അവരെ ടൗൺഷിപ്പ് പറഞ്ഞ സാധനം ഇന്ന് വരെ നിലനിൽക്കാത്തൊരു സംഭവമാണ്. അതെല്ലാവർക്കും അറിയാം. ടൗൺഷിപ്പ് വയനാട്ടിൽ എവിടെ വെക്കുന്നു മന്ത്രിക്ക് പോലും അറിയാം എവിടെയാണ് ടൗൺഷിപ്പ് ഉണ്ടാക്കുകയെന്ന്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അത്രയും മോശമായിട്ടാണ് ഞങ്ങളോട് ഈ പെരുമാറുന്നത്. ഇപ്പോഴും നമുക്ക് 300 രൂപ പോലും കിട്ടാതെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു അവകാശമാണ്. എനിക്ക് ഇപ്പോഴും 1 മാസം മാത്രം 300 രൂപ തന്നിട്ടുള്ളൂ. സമരക്കാരുമായി കളക്ടർ DR മേഘശ്രീ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി പ്രതിഷേധക്കാർ പറഞ്ഞു. ഇതിനിടെ ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കി. മലപ്പുറം LA ഡെപ്യൂട്ടി കളക്ടറായ ഡോക്ടർ JO അരുണിനാണ് ചുമതല. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഹാരിസൺ കമ്പനിയുടെ നെടുമ്പാല ഡിവിഷനിലെ ഭൂമിയും കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയുമാണ് സർക്കാർ പരിഗണിക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്.